സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാർക്കോയുടെ റിവ്യൂ ചെയ്യണമെന്നുണ്ട്. സോ ആ വീഡിയോയുടെ ഇത്. സോ ടുഡേയ്സ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് മാർക്കോ. സോ പടം ഇറങ്ങിയിട്ട് കുറേ നാളായി. ഇന്ന് ഏകദേശം 25th ഡേ ആയി. പടം 100 കോടി അടിച്ചു എന്നുള്ള പോസ്റ്റേഴ്സ് വരുന്നു. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രം 42 കോടി, പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 10 കോടി, കന്നഡ ഡിസ്ട്രിക്ട്സിൽ നിന്ന് ഫസ്റ്റ് ഡേ 1 crore അടിക്കുന്നു. അങ്ങനെ പടം ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായിട്ടിരിക്കുക. സോ പടത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ആൾക്കാർക്കൊരു വലിയൊരു ഷൗട്ട് ഔട്ട് കൊടുക്കണം. മെയിൻലി ദ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. ഉണ്ണിമൂന്നന് കൊടുക്കണ്ട എന്നല്ല, ഉണ്ണിമൂന്നൻ ഈസ് പാർട്ട് ഓഫ് ദിസ് പ്രൊഡക്ഷൻ ടീം. സോ ഉണ്ണിമൂന്നനും കൂടെ ചേർത്തുള്ളതാണ്. ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. കാര്യം ഇങ്ങനൊരു പടത്തിന്റെ കോൺസെപ്റ്റ്, ആ ഒരു ബ്രൂട്ടൽ വയലൻസ്, അത് ലിറ്ററലി നമ്മളിപ്പോൾ ഈ പടങ്ങൾ കാണുന്ന നമ്മൾ ഓഡിയൻസോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ഒന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. അങ്ങനൊരു സമയത്താണ് ഇവരിത് ചിന്തിച്ച് എക്സിക്യൂട്ട് ചെയ്ത് ഇറക്കി വിടുന്നത്. ലിറ്ററലി എല്ലാവരും ഞെട്ടിപ്പോയി. അതാണ് ഈ പടം ഇറങ്ങിയപ്പോൾ സംഭവിച്ചത്. അത്രയ്ക്ക് ഒരു ആളിക്കത്തിലായിരുന്നു ആ ആദ്യത്തെ ഫസ്റ്റ് വീക്ക്. അത് കഴിഞ്ഞ് പടം ഞാൻ കയറിപ്പോയി. പടം ബാക്കിയുള്ള സ്ഥലത്ത് പതുക്കെ റിലീസ് ചെയ്ത്, അത് ഒറ്റ സമയത്തങ്ങ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അത് 100 കോടി മിനിമം അടിച്ചേരെ. ഇപ്പം 100 കോടിയുടെ പോസ്റ്റർ ഇറങ്ങിയെങ്കിലും ലിറ്ററലി 96 crore അടിച്ചിട്ടുള്ളൂ. ബട്ട് ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് അത് 100 കോടിയാവും. അതാണ് സംഭവം. സോ അവരെ കാണിച്ച ഗട്ട്സ്, അത് നമ്മളത് പറഞ്ഞേ പറ്റത്തുള്ളൂ. സോ പടത്തിനെ പറ്റി പറയണ, പടം അടിപൊളി പടം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. കാര്യം ഈ പടം ഒരു ഹോൾ പാക്കേജാണ്. കാര്യം പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും ടോപ്പ് നോച്ച്. ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, എവറിത്തിങ്. ആ ഒരു ലൊക്കേഷൻസ് ഒക്കെ അവരെടുത്തേക്കുന്നത്, സൗണ്ട് മിക്സിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, മാസ് സീൻസ്, വയലൻസ്, ആ ഒരു സ്റ്റൈല്, എല്ലാത്തിലും അടിപൊളി. ഒരു ഹോൾ പാക്കേജാണ് ലിറ്ററലി മാർക്കോ എന്നത് പടം. ആൻഡ് പടത്തിന് കഥയെ പറ്റി പറയുകയാണെങ്കിൽ കഥയൊന്നും പ്രത്യേകിച്ച്, ചെറിയൊരു കഥ, ലൈക്ക് ഒരു റിവെഞ്ച് സ്റ്റോറി. ആ നായകനും ഒരു റിവെഞ്ച് ചെയ്യാൻ ഒരു കാരണമുണ്ട്, അതുപോലെ വില്ലനും ഒരു കാരണമുണ്ട് റിവെഞ്ച് ചെയ്യാൻ. അങ്ങനെ ചെറിയൊരു കഥയാണ്. ലൈക്ക് നമ്മൾ ലിറ്ററലി കഥ നോക്കില്ല ഇങ്ങനത്തെ പടങ്ങൾ നമ്മൾ മെയിൻലി എൻജോയ് ചെയ്യാൻ പോവുക. കാര്യം ഇപ്പം കിഷ്കിണ്ട കാണ്ഡം അങ്ങനത്തെ പടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കഥ മൊത്തം ശ്രദ്ധിച്ച് ഈച്ച് ആൻഡ് എവറി സീൻ നമ്മൾ മനസ്സിലാക്കണം. കണ്ടാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കണം. കാര്യം അത് ആദ്യം കാണിക്കുന്നൊക്കെ ലാസ്റ്റ് ലൂപ്പ് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിൽ ലിറ്ററലി വയലൻസ് ആണ് മൊത്തം. ആൻഡ് ഫസ്റ്റ് ഹാഫ് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഫൈറ്റ് ഉണ്ട്, ലിറ്ററലി ഫൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച്, ആൻഡ് വെറും ഫൈറ്റ് അല്ല, നല്ല ഇടിക്കും. നല്ല ഇടി കേട്ടോ. ആൻഡ് ആ ഇടി അല്ലാതെ വേറൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര വയലൻസ് ഒക്കെ ഉള്ളൂ, ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്ന് വിചാരിച്ചതും ലാസ്റ്റ് ആ ഇന്റർവെൽ പഞ്ച് എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു. ഒരു വുഡ്സിലെ സീന, ഒരു ഫോറസ്റ്റിൽ നടക്കുന്ന സീനിൽ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. ഒരു വയലന്റ് സീനുണ്ട് മോനെ. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇന്റർവെൽ. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലാവും, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതൊരു തുടക്കം ഇടുന്ന പോലെ നമുക്ക് മനസ്സിലായി. കാര്യം അത്രയും കണ്ട് നമ്മൾ ഹൈപ്പ് കയറി. ഒരു ഹാഫ് കൂടെ ബാക്കി കിടക്കും, അതിൽ മൊത്തം ഫൈറ്റ് ആയിരിക്കും നമുക്കറിയാം. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. അപ്പോൾ പടം സ്ലോ പേസിൽ കയറി പോവാം. കാര്യം നമുക്കറിയാം ഇതൊരു വയലൻസിലേക്കാണ് പോകുന്നത്. അതിന്റെ തുടക്കം ഇട്ടു. അങ്ങനെ ഇരിക്കുമ്പം ഇനി പറയാൻ പോകുന്ന കാര്യം, അത് എനിക്ക് തോന്നിയതാ, അത് എൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഭയങ്കര വയലൻസ് നടക്കുക. പടം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വയലൻസ്. നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കുക. അപ്പം എല്ലാവരും ഹൈപ്പ് കയറ്റി വെച്ചേക്കുവാണല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയും വരും. ഇപ്പം ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. വയലൻസ് എല്ലാം കണ്ട് ഡൈജസ്റ്റ് ആയി ക്ലൈമാക്സിലേക്ക് പോകുമ്പം ഓൾറെഡി ഇത്ര വയലൻസ് നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ ഇരട്ടി ക്ലൈമാക്സിൽ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം എല്ലാവരും പറഞ്ഞ ക്ലൈമാക്സിൽ അത്രയ്ക്ക് വയലൻസ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ക്ലൈമാക്സിൽ മുട്ടൻ ഫൈറ്റ്. അത് കഴിഞ്ഞ പടം തീർന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ വയലൻസ് അല്ലാതെ ഇനി വരുന്നുണ്ടെന്നാ. അത് ഞാൻ വിചാരിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. അത്ര ഇല്ലായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്ലൈമാക്സ് വയലൻസ് ഇല്ലാന്നല്ല, അത് ഇങ്ങനൊരു സാധനം എടുത്ത് വെക്കുന്നുണ്ട്. അത് പടം കണ്ടവർക്കറിയാം. അതൊക്കെ നല്ല വയലൻസ് ആണ്. പക്ഷെ അതിനു മുമ്പ് കാണിക്കുന്ന ആ ഒരു വയലൻസിന്റെ അത്രയും ഇല്ലാതെ പോയി. ലിറ്ററലി കുറെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂസിലൊക്കെ കേട്ടു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത്ര ഇല്ലാതെ പോയി ലാസ്റ്റ്. അത് എൻ്റെ എക്സ്പെക്ടേഷന് എൻ്റെ കുഴപ്പമാണ്. അതെനിക്ക് അറിയാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ എല്ലാവരും തലയ്ക്ക് ഇട്ട് വെച്ചിരുന്ന ഈ വയലൻസ് ഇല്ലേ, അത് പ്രീ ക്ലൈമാക്സിലാണ്. ഇനിയെങ്കിലും കാണുന്നവർക്ക് അത് മനസ്സിലാവട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞത്. പ്രീ ക്ലൈമാക്സിലാണത്, അല്ലാതെ ക്ലൈമാക്സിലേക്ക് ഇനിയും വരുമെന്ന് ആരും വിചാരിച്ചിരിക്കില്ല. അതാണ് എനിക്ക് പറ്റിപ്പോയത്. പിന്നെ റിയാസ് ഖാന്റെ സീൻ നിങ്ങൾ അറിയാലോ, അതൊക്കെ OTT-യിലേ വരത്തുള്ളൂ. പിന്നെ അങ്ങനെ കുറേ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവർ മാക്സിമം കാണിച്ചിട്ടുണ്ട്. അത് ഒരു മടിയില്ലാതെ ഫുൾ സീൻ. അത്
ആണെന്നോ പെണ്ണെന്നോ പിള്ളേരെന്നോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ ജഗദീഷ് ഒക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അതിന് ജഗദീഷ് ഇപ്പൊ കുറച്ച് ട്രോള് കിട്ടുന്നുണ്ട്. പുള്ളി പറഞ്ഞ അത്ര സീനൊന്നും ഇല്ലല്ലോ, എന്താണ് ഇത്ര സീൻ. പുള്ളി ഉദ്ദേശിച്ചത് പുള്ളിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിച്ചിരുന്നു, അങ്ങനെ ഒന്നും പുള്ളി പറഞ്ഞില്ല. പുള്ളി ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തെന്നാണ് പുള്ളി പറയുന്നത്. ലിറ്ററലി അതെ, പുള്ളി ഇത്ര നാള് ചെയ്ത ക്യാരക്ടേഴ്സ് പോലെ അല്ല, ഇച്ചിരി മാസും പിന്നെ കുറച്ച് അല്ലാത്ത എലമെന്റ്സ്, പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറച്ച് എലമെന്റ്സ് പുള്ളിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതുപോലെ എല്ലാവരും ജഗദീഷിന്റെ ഈ റോളായാലും പുള്ളിയെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റസൽ എന്നുള്ള ക്യാരക്ടർ ചെയ്ത അഭിലാഷ് തിലകൻ, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമൂന്തൻ, വാവ്, പുള്ളി എന്ത് എഫേർട്ട് എടുത്തേക്കുന്നത്. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാന്ന് മാത്രമല്ല, പുള്ളി അതിന്റെ 3 പാട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതെല്ലാം അഭിനയിച്ച രീതിയിൽ ഒരു 1 man ഷോ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ വില്ലൻസിനെ കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല, അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹിന്ദി പുള്ളിയുടെ പേര് ഞാൻ മറന്നു, അവരെല്ലാം അടിപൊളിയാണ്. ബട്ട് സ്റ്റിൽ ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ഉണ്ണിമൂന്തൻ. അങ്ങനെ തന്നെ പടം പോകുന്നത്. ഉണ്ണിമൂന്തൻ അല്ലെങ്കിൽ പടം ഇല്ല, അത്രയ്ക്ക് മെയിൻ ആണ് പുള്ളി അത് നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റൊക്കെ ഭയങ്കര സീനാണ്. ബ്രൂട്ടൽ സീൻസിലൊക്കെ ആണെങ്കിലും ഇവര് ഒരു സൂപ്പർമാൻ ടച്ച് കൊടുത്തിട്ടില്ല ഉണ്ണിമൂന്തൻ. അതാണ് ഇങ്ങനത്തെ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. പുള്ളി ഒരു സൂപ്പർമാൻ അല്ല. ഈ തെലുങ്ക് പടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിനൊന്നും മെയിൻ ക്യാരക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് അങ്ങനെയല്ല. ലിറ്ററലി വില്ലൻ വരുമ്പം ഉണ്ണിമൂന്തനൊക്കെ വെറുതെ കുഞ്ഞായിപ്പം ഉണ്ണിമൂന്തനൊക്കെ പിടിച്ച് ഒട്ടിക്കും, പുള്ളിനെ ലിറ്ററലി പിടിച്ച് ഒട്ടിക്കും. അങ്ങനത്തെ ഒരു വില്ലനാണ് വരുന്നത്. അതൊക്കെ പക്ഷെ അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ ഈ മെയിൻ ഹീറോനെ തൊടാൻ പറ്റത്തില്ല, വില്ലന്മാരെല്ലാം തെറിച്ചു പോകുന്നത്, അങ്ങനെയൊന്നും അല്ല ചെയ്തേക്കുന്നത്. അല്ല, വയലൻസ് എന്ന് പറഞ്ഞാൽ കട്ട വയലൻസ് ആൻഡ് വർക്ക് ആവുന്ന രീതിയിൽ അവരെ ചെയ്തേക്കുന്നത്. അതൊക്കെ ടോപ്പ് നോച്ചായിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, വാവ്, രവി ബസൂർ. എന്താണ് പുള്ളിയുടെ വർക്കൊക്കെ ഓൾറെഡി നമുക്കറിയാം, KGF കുറെ വർക്കുണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളി ഇതിനകത്ത് ചെയ്തേക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈച്ച് ആൻഡ് എവറി സീൻ എലവേറ്റ് ചെയ്യാൻ പുള്ളി ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, പടത്തിലെ ബ്ലഡ് എന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ സന്തോഷ് വർഗിയും ദബ്സി മാറി ഇറക്കിയ പാട്ട്. ആ പാട്ട് തന്നെ ഓരോ സീൻസിന് വേണ്ടി ആ പാട്ട് ഡിഫറെന്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള രീതിയിൽ അതിന്റെ ബാസൊക്കെ കൂട്ടി വേറൊരു മൂഡിലാക്കി ബ്ലഡ് ഇറക്കിയിട്ടുണ്ട്. ആ പാട്ടിന്റെ രീതി തന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ സീൻ എലിവേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ പുള്ളി നല്ല അടിപൊളി വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പുള്ളിയുടെ ക്വാളിറ്റി നമുക്കറിയാം. പുള്ളിയുടെ ഒക്കെ വലിയ ഫാൻസാണ് നമ്മൾ പുള്ളിയുടെ പേരറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. KGF ഓരോ പാട്ടും നമുക്ക് ഇപ്പോഴും അറിയാലോ. അതൊക്കെ അത്ര അടിപൊളി മനുഷ്യനാണ് പുള്ളി, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എവ്രി വൺ ഇൻ ദിസ് മൂവി, ദ ആർട്ട് ടീം, ദ മേക്കപ്പ് ടീം, എവ്രി വൺ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ 300 ലിറ്റർ ചോര യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കൈയും തലയും ഒക്കെ മുറിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ലിറ്ററലി അവര് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താന്നാണ് ഇപ്പൊ റീസെന്റ് ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിനകത്തൊക്കെ പറയുന്നത്. ക്ലേ മോഡലിങ് ഭയങ്കര രീതിയിലൊക്കെ അവർ ചെയ്തേക്കുന്നത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു എവ്രി വൺ ഇൻ ദിസ് ഗ്രൂപ്പ്, ബിക്കോസ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതാണ് എനിക്ക് മാർക്ക് കണ്ടപ്പോൾ തോന്നിയത്. സോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള കമന്റ്സിൽ ഇടുക. സോ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.